മാർക്കോൻ്റെ റിലീസിൻ്റെ അന്ന് ഞാൻ മമ്മൂക്കയ്ക്ക് ഇന്ന് പടം തുടങ്ങുകയാണ്, ഞാൻ ഫസ്റ്റ് ഷോന് ഇരിക്കുവാന്ന് പറഞ്ഞിട്ടാണ് മമ്മൂക്ക അവിടുന്ന് ഒരു സിഗ്നൽ അവിടുന്ന് അയക്കും. അത് കിട്ടുക, അത് എത്ര പേർക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടും. അല്ല, മമ്മൂക്ക പടം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് മിക്കതും ഉണ്ടാവും ആയിരിക്കും. പുള്ളിക്കാരൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഈ സിനിമയിലും, അല്ലെങ്കിൽ ഈ സിനിമ എന്തായിരിക്കും കാഴ്ചവെക്കാൻ പോകുന്നതെന്നുള്ളൊരു സാധനത്തിൽ കോൺഫിഡൻ്റ് ആയിരുന്നു. അത്രയും ചിലവ് ചെയ്യുമ്പോഴും എൻ്റെ ഇവിടെ ചങ്കെടുപ്പായിരുന്നു. എനിക്ക് സ്റ്റാർ കേസ് ഫൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇൻ്റർവെൽ പഞ്ചിലത്തെ ഫൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാടുണ്ട്. പുള്ളി 2 വേർഡ്സ് പറയുമ്പോഴത്തേക്കും പുള്ളി ഭയങ്കര നാണം പോലെ ഒന്നും പുള്ളി വേണ്ട, ഞാൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ ബിരിയാണി വിളമ്പാന്ന് പറഞ്ഞിട്ട് പിന്നെ കഞ്ഞിയും പയറും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്നൊരു നിരാശ തന്നെ ആയിരിക്കാം. ഈ റെമോയ്ക്ക് ശരിക്കും ഭയങ്കര ഇമ്പാക്ട് ഉണ്ടോ ലൈഫിൽ? റെമോ അപ്പോഴത്തെ ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് സിനിമയാണ്. സൂര്യ, ധനുഷ്, ഒരുപാട് പേരുടെ കൂടെയൊക്കെ എനിക്ക് അങ്ങനത്തെ സെയിം ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ചെയ്തില്ല. സർട്ടിഫൈഡ് സിനിമയാണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. ഇതൊരു ബ്ലഡ് ഷെഡൊക്കെ ഉള്ള കാരണം എനിക്ക് പൊതുവേ പേടിയുള്ള ഒരാളാണ്. കാണാനുള്ള ഈ 6 അടി പൊക്കവും പരിപാടികളൊക്കെ ഉള്ളൂ. പക്ഷേ മാർക്കോവും ബാഡ് ബോയ്സും ചില സമയത്തൊക്കെ ഒരേ ദിവസം കാലത്ത് മാർക്കോ ചെയ്യും, രാത്രി പോയി ബാഡ് ബോസ് ചെയ്യും. ടെൻഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന ഞാൻ എന്താവും ഏതാവും എന്നൊന്നും അറിയത്തില്ല. എനിക്ക് ബേസിക്കലി ഒരു ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ട്യൂമർ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു സർവൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് സിനിമ നടനാവണം. ഒരു സീനെങ്കിൽ ഒരു സീൻ വലിയ സ്ക്രീനിൽ എന്നെ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. മാർക്കോ മമ്മൂക്ക കണ്ടോ, അറിഞ്ഞിരുന്നോ, അറിയോ? മാർക്കോ പിന്നെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഹായ്, ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്തിട്ടുള്ള ആൻസൺ പോൾ മാർക്കോയിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്ത് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ലെറ്റ് മീ വെൽക്കം ആൻസൺ. സോ ഹായ് ബ്രോ. ഹായ് ബ്രോ. ഹായ്. എങ്ങനെയുണ്ട് മാർക്കോയുടെ റിലീസിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ? ഒരു ഭയങ്കര ഒരു പ്രേക്ഷകരിലേക്ക് റീകണക്ട് ചെയ്തൊരു മൂവ്മെന്റ് കൂടെയാണല്ലോ മാർക്കോ. എന്താ അതിൻ്റെ ഒരു റിയലൈസേഷൻ ഒക്കെ? ഒരുപാട് സന്തോഷം. ആ സിനിമേനെ വളരെ നന്നായിട്ട് എല്ലാവരും സ്വീകരിച്ചു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. സോ നമ്മളിങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കുന്ന സമയം മുതൽ എൻ്റെ ജ്യേഷ്ഠസ്ഥാനത്തുള്ളതാണ് ഷെറീഫക്ക, ഞാൻ ഇച്ചാക്ക എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ. അപ്പോൾ ആ സിനിമ നമ്മൾ സർട്ടിഫൈഡ് സിനിമയാണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. ഇതൊരു ബ്ലഡ് ഷെഡൊക്കെ ഉള്ള കാരണം ഇത് സർട്ടിഫൈഡ് സിനിമയായിരിക്കും എന്നറിയായിരുന്നു. അതിനെ ആൾക്കാർ 2 കൈയും നീട്ടി സ്വീകരിച്ച് അതിൻ്റെ സിനിമാറ്റിക് എക്സ്പീരിയൻസിനെ എൻജോയ് ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുന്ന് അങ്ങനത്തെ പ്രോഡക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള ഓഡിയൻസ് അത്രയും വില്ലിങ് ആണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സോ അപ്പോൾ ഓഡിയൻസിനാണ് ക്രെഡിറ്റ്സ് പോകുന്നത്. ഈ റിലീസിന് മുമ്പ് ഈ മാർക്കോയുടെ ഒരു പ്രൊമോഷൻ ആംഗിളിൽ ഏറ്റവും ആക്റ്റീവായി നിന്നത് ആൻസർ ആണല്ലോ. ആൻസറാണ് ഫസ്റ്റ് കുറേ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണേ. ഇത്രയും വയലൻസ് ഞാനൊരു സിനിമയിൽ കണ്ടിട്ടില്ല. ഈ ഒരു അറ്റംപ്റ്റ് ഭയങ്കര അധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട. ഈ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉണ്ടാവുമല്ലോ നമ്മളൊരു സിനിമയിലേക്ക് ഇന്നാകുമ്പോൾ. കാരണം അനീഫ്ക്കായിട്ട് മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു സിനിമയെ കുറിച്ചിട്ട്? എനിക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ബിക്കോസ് നമുക്ക് അവരുടെ വർക്കെല്ലാം വളരെ നമുക്കറിയാവുന്നതാണ്. അവരുടെ വർക്കും അവരുടെ ഒരു വിഷനറിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നെ ഇത് പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ആദ്യമായിട്ടാണ്, ഇച്ചാക്കയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. ആദ്യത്തെ പ്രൊഡക്ഷനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് അങ്ങനെ ടെൻഷനോ പരിപാടികളോ ഒന്നും ഇല്ലായിരുന്നു. പുള്ളിക്കാരനത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് എന്തായാലും പുറത്തേക്ക് ഇറക്കണം, ഇങ്ങനത്തെ ഒരു ബെഞ്ച് മാർക്കായിട്ടുള്ളൊരു പടം, അതിൻ്റെ എല്ലാ ബെസ്റ്റും നമ്മൾ ചെയ്യാൻ പറ്റാവുന്ന റിസോഴ്സസ് വെച്ചിട്ടുള്ള എല്ലാ ബെസ്റ്റും നമ്മൾ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ പുള്ളിക്കാരനുണ്ടായിരുന്നു. അത്രയും ചിലവ് ചെയ്യുമ്പോഴും എൻ്റെ ഇവിടെ ചങ്കെടുപ്പായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ തുടങ്ങിയിട്ട് വളരെ ഒരു നല്ലൊരു കണക്ഷനാണ്. പിന്നെ ഞാൻ കോവിഡിൻ്റെ സമയത്തൊക്കെയും ഞാൻ ഇച്ചാക്കയുടെ വീട്ടിലായിരുന്നു താമസമൊക്കെയും. ഞാൻ ശരിക്കും ചെന്നൈയിലാണ് താമസം, പാരൻസൊക്കെ ആയിട്ട് ചെന്നൈയിലാണ് താമസം. കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഇവിടുത്തെ വീട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ നാട്ടിലോട്ടേക്കും വരുമ്പോൾ ഞാൻ ഇച്ചാക്കയുടെ കൂടെ ആയിരുന്നു താമസമൊക്കെയും. അപ്പോൾ താമസം അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊരു വീട് ഇവിടെ കൊച്ചിയിൽ വാങ്ങിച്ചു. ഇനിയിപ്പോൾ ഞാൻ കൊച്ചി തന്നെ കാണും, കൊച്ചിക്കാരനായി. അപ്പോൾ ഇത്രയും ഭയങ്കര റിലേഷൻസ് ഉണ്ടെന്ന് പലർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ശരിക്കും ഈ ഷെരീഫിക്ക സിനിമയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പലരോട് പറഞ്ഞ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. കാരണം പുള്ളിക്ക് സിനിമ സർക്കിളിൽ തന്നെ ഭയങ്കര ഫ്രണ്ട്സുകളുണ്ട്, അല്ലെങ്കിൽ മമ്മൂക്കയായിട്ട് നല്ല
നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആളും കൂടെയാണ്. അപ്പൊ ഈ ഷെരീഫിക്കയുടെ ഈ പറഞ്ഞ ഒരു വിഷൻ ശരിക്കും നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആയിരുന്നു ഈ ഓൺ ഗോയിങ് പ്രോസസ്സിലൊക്കെ? പുള്ളിക്കാരൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഈ സിനിമയിലും, അല്ലെങ്കിൽ ഈ സിനിമ എന്തായിരിക്കും കാഴ്ചവെക്കാൻ പോകുന്നതെന്നുള്ളൊരു സാധനത്തിൽ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ സിനിമയിൽ കുറച്ച് കാലമായിട്ടുള്ള സ്ഥിതിക്ക് എനിക്കായിരുന്നു ശരിക്കും പറഞ്ഞ പേടി, ഇതെങ്ങനെയായിരിക്കും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതൊരു എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരേ മനസ്സോടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റായിട്ട് വരും എന്നുള്ളൊരു അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് മാർക്കോ. സോ എല്ലാവരുടെയും ഒരു ഇൻപുട്ടും വളരെ ജെന്യൂൻ ആയിരുന്നു. എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആസ് എ ടീം ഇറ്റ്സ് എ സെലിബ്രേഷൻ ഫോർ മാർക്കോ. ആൻസറിന്റെ ഫേവറേറ്റ് സീൻ ഏതപ്പോ? എനിക്ക് സ്റ്റാർ കേസ് ഫൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇൻ്റർവെൽ പഞ്ചിലത്തെ ഫൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാടുണ്ട്, പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ, ഒരുപാട് നല്ല നല്ല ഡയലോഗ്സ് ഉണ്ട് സിനിമയിൽ. പിന്നെ ഹനീഫയ്ക്കയുടെ റൈറ്റിംഗ് ഡയലോഗ്സ് ഗംഭീരമാണ്. റൈറ്റ് ഫ്രം അബ്രഹാമിൻ്റെ സന്തതികളിലാണെങ്കിലും മാർക്കോയിലാണെങ്കിലും എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. ഒരുപാട് നല്ല രസമായിട്ട് പുള്ളിക്കാരൻ്റെ ഡയലോഗ്സ് ഒക്കെ എഴുതുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകം, ഞാനൊരു ഫാനാണ് ഹനീഫയ്ക്കയുടെ ഡയലോഗ്സിന് വേണ്ടി. ഈ അനീഫിക്കയുടെ റൈറ്റിങ്ങില് വേറെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അനീഫ്ക എഴുതിയ സിനിമയിലെ റൊമാൻറ്റിക് ആംഗിളുകൾ ഭയങ്കര കുറവാണ്. അത് കിട്ടിയിട്ടുള്ള ഒരാളെ ആൻസറാണ് ശരിക്കും പറഞ്ഞാൽ. റൊമാൻറ്റിക് സോങ് അടക്കം കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ അനീഫിക്ക ആസ് എ പേഴ്സൺ എങ്ങനെയാണ് സിനിമകൾ എക്സ്പ്ലോർ ചെയ്യുന്നതും ഈ നറേറ്റീവ് ഉണ്ടല്ലോ പുള്ളിയുടെ മാത്രം ഭയങ്കര സിമ്പിളായിരിക്കും, എന്നാൽ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റൈലിഷ് ആയിട്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പുള്ളിയുടെ അടുത്ത് നിന്ന് പിടിച്ചത്? ഞാൻ എബ്രഹാമിൻ്റെ സന്തതിയിൽ ഫിലിപ്പ് എബ്രഹാം എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു റൊമാൻസ് പരിപാടിയും റൊമാൻസ് പാട്ടൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു എബ്രഹാമിൻ്റെ സന്തതികളിൽ. അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് എൻ്റെ ഒരു മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരി മുതൽ അല്ലെങ്കിൽ എൻ്റെ ഒരു നോട്ടം മുതൽ എല്ലാ കാര്യങ്ങളും ഇത്ര മതി, ഇത്രയും ചിരിച്ചോളൂ, ഇത്രയും നീ നോക്കിക്കോളൂ, ഇത്രയും രസമായിട്ട് കാണാൻ പറ്റും എന്നൊക്കെയും പറഞ്ഞെന്ന് ഹനീഫയ്ക്കാണ്. സോ പുള്ളിയുടെ ഉള്ളിൽ ഒരു എന്താ പറയുക, അധികം സംസാരിക്കില്ലെങ്കിലും പുള്ളിയുടെ തോട്ട് പ്രോസസ്സ് ഇസ് ലൗഡർ. അപ്പോൾ തോട്ട് പ്രോസസ്സ്, ആളുടെ ചിന്താഗതികളും ആളുടെ വിഷനും വളരെ വലുതാണ്. ഈ ലേറ്റസ്റ്റ്ലി വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു ശരിക്കും. പുള്ളി ഒരു ലോഞ്ചിൽ ഇപ്പോൾ ബ്രാൻഡ് സന്ദേശമാണെങ്കിൽ ലോഞ്ചിന് വന്നിട്ട് പുള്ളി സംസാരിച്ചില്ല ശരിക്കും പറഞ്ഞാൽ. പുള്ളി 2 വേർഡ്സ് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഭയങ്കര നാണം പോലെ വന്ന് പുള്ളി വേണ്ട ഞാൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത്തരം ട്രോളുകളൊക്കെ കണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇടയ്ക്ക്. എനിക്ക് ചെയ്യാനല്ലേ അറിയുള്ളൂ, എനിക്ക് സംസാരിക്കാൻ അധികം അറിയില്ല. ആ ട്രോളുകളൊക്കെ കണ്ടിരുന്നു. ഞാനിപ്പോൾ ഈ ഇടയെ ശ്രദ്ധിച്ചിരുന്നു അങ്ങനത്തെ കുറച്ച് ട്രോളുകൾ. അപ്പോൾ പുള്ളി അടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കും, വളരെ ജോവിലായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ബാക്കി സിനിമകളല്ലേ സംസാരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആൻസറിന്റെ കരിയറിൽ ഇപ്പോൾ അബ്രഹാമിന്റെ സന്തതിയിൽ കഴിഞ്ഞ് വന്ന സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ കലാവിപ്ലവം പ്രണയാണെങ്കിലും ഗാംബ്ലർ ആണെങ്കിലും. ഇപ്പോൾ ഗാംബ്ലറിന്റെ ഒക്കെ ഫസ്റ്റ് ലുക്ക് ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്, ഒരു സൂപ്പർ ഹീറോ ഡ്രസ്സിൽ വന്നിട്ടുള്ള സംഭവമൊക്കെ. ബട്ട് ഈ സിനിമകൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴേ അതിലിടുന്ന എഫേർട്ടുകൾ എത്രത്തോളം ഒരു ആക്ടറിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ടിയിടുന്ന ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ അതിൽ നമ്മൾ പഠിക്കുവാണ്. ഇപ്പോൾ ഗാംബ്ലർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്തോ അല്ലെങ്കിൽ ഇറങ്ങുന്നേക്കാൾ മുമ്പോ ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂസിലൊക്കെയും പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് സൂപ്പർ ഹീറോ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, ഇറ്റ്സ് നോട്ട് എ സൂപ്പർ ഹീറോ മൂവി എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തത് ദുൽഖറായിരുന്നു. അപ്പോൾ ദുൽഖറും അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് സൂപ്പർ ഹീറോ എലമെൻ്റ് ഉള്ളൊരു സിനിമയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ പോസ്റ്റേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെയും റിലീസ് ചെയ്തതും കാര്യങ്ങളൊക്കെയും സൂപ്പർ ഹീറോനെ വെച്ച് മാത്രമായിരുന്നു. ഇപ്പോൾ തിയേറ്ററിലോട്ട് ആൾക്കാർ വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമയായിരിക്കും, ഇങ്ങനെ സിനിമ എക്സ്പെക്റ്റ് ചെയ്ത് വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു ഡിസപ്പോയിൻമെൻറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നി. സോ ബേസിക്കലി ആൾക്കാർക്ക് നമ്മളൊരു ബിരിയാണി വിളമ്പാന്ന് പറഞ്ഞിട്ട് പിന്നെ കഞ്ഞിയും പയറും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്നൊരു നിരാശ തന്നെ ആയിരിക്കാം. അപ്പോൾ അത് OTT-ൽ വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇതിന് ഒരു ഫാമിലി മാൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കൊടുത്തിരുന്നെങ്കിൽ, ഫാമിലി സ്റ്റോറി, ഒരു അച്ഛനും മകൻ്റെയും ഒരു കഥയാണ്. അച്ഛനായിട്ട് ഞാൻ അഭിനയിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് എനിക്ക് എൻ്റെ പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ സ്കൂൾ വെക്കേഷൻസിനൊക്കെ വരുമ്പോൾ നാട്ടിൽ തന്നെ ബേസിക്കലി കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ ഫാമിലി മൂവീസാണ്. അപ്പോൾ മമ്മൂക്കയുടെ പണ്ടത്തെ ഒരു കുട്ടി ഉണ്ടാവും, ഒരു പെട്ടി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സിനിമകളാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമകളായിരുന്നു, ഫാമിലി ഓഡിയൻസിന് ഉള്ള സിനിമകളായിരുന്നു.
അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ആ കഥ കേട്ടപ്പോൾ, ഗാംബ്ലർ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ സിനിമ ചെയ്തത്. അതിനകത്തൊരു ചെറിയൊരു എലമെൻറ്റ്, ഈ കുട്ടിയുടെ, എൻ്റെ മകൻ്റെ സ്വപ്നത്തിൽ വരുന്നൊരു സാധനം മാത്രമാണ് ഈ സൂപ്പർ ഹീറോ എലമെൻറ്റ്. പക്ഷേ അതിനെ മൊത്തമായിട്ട് എല്ലാവരുടെ അടുത്തും ഫസ്റ്റ് സൂപ്പർ ഹീറോ സിനിമ എന്നൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ബാക്ക് ഫയർ ചെയ്യും തീർച്ചയായിട്ടും. ഇപ്പം നമുക്കത് അതുപോലെ തന്നെ ഈ സിനിമയിൽ മാർക്കോയിൽ നമ്മളത് മോസ്റ്റ് വയലൻറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പം ആൻഡ് ഇറ്റ് ഈസ് എ മോസ്റ്റ് വയലൻറ്റ് സിനിമ. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി മനസ്സ് കാണിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു വേറൊരു സംഭവം കൂടി ഉണ്ടല്ലോ. ഇപ്പം സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ ഈ നടന്മാരുടെ പ്രകടനം ഭയങ്കരമായിട്ട് ആളുകൾ പറയും. ഇപ്പൊ ചില റിവ്യൂസിൽ നമ്മളിങ്ങനെ പറയണ സിനിമ വർക്കായില്ല, പക്ഷെ നായകൻ നന്നായിട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ ആൻസൺ നന്നായിട്ട് ചെയ്തു, അദ്ദേഹത്തിന് ശരിക്കും ആ ആക്ടർക്ക് തോന്നുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടാവുമല്ലോ. സിനിമ വർക്കായില്ല, പക്ഷെ ഞാൻ എൻ്റെ 100% കൊടുത്തു. എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷൻ മൈൻഡിൽ പ്രോസസ്സ് ചെയ്തെടുക്കുക? നമ്മൾ 100% കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എല്ലാം എല്ലാ സമയത്തും കറക്റ്റായിട്ട് നടക്കണമെന്നില്ല. പിന്നെ വിജയപരാജയങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊരാൾ മാത്രം തീരുമാനിക്കുന്ന ഒരു പരിപാടിയല്ലല്ലോ. പിന്നെ അതിനകത്ത് ഞാൻ 100% കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഞാൻ വിജയിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പിന്നെ അതിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ വേറെ വല്ലത്തിനും എനിക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് അത് ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ് ആൻഡ് നൈസ്. ഈ 2016 എന്ന് പറഞ്ഞ ഇയർ ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ. കാരണം റെമോ ഒരു സ്ഥലത്ത്, തമിഴിൽ ഇപ്പോൾ റെമോയിൽ തുടങ്ങുന്നു, ഇപ്പം ഊഴം ചെയ്യുന്നു. ശരിക്കും ആ സമയത്ത് എന്തായിരുന്നു സിനിമ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ്? സിനിമ ബാക്ക്ഗ്രൗണ്ടും പരിപാടികളൊന്നും ഇല്ലാത്ത വന്നൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ അല്ല, ഞാൻ ജനിച്ചു വളർന്നെല്ലാം ചെന്നൈയിലാണ്. അപ്പോൾ കേരളം എനിക്ക് വലിയ പരിചിതമല്ല. ഞാനിപ്പോഴാണ് കുറച്ചും കൂടി കേരളത്തിൽ പരിചിതമായി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു കടലല്ലേ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പയ്യെ നീന്തി പോകുന്നു, വളരെ കാര്യങ്ങളൊക്കെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. യെസ്. ഈ റെമോയ്ക്ക് ശരിക്കും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടോ ലൈഫിൽ? റെമോ അപ്പോഴത്തെ ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് സിനിമയാണ്. പിന്നെ എനിക്ക് എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയാണ് എന്നെ ഒരുപാട് പേര് റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത്. റെമോ എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെയാണ്. യെസ്. അന്നത്തെ ഒരു എസ്കേം കാര്യങ്ങളൊക്കെ ശരിക്കും ഷൂട്ടിൽ ആക്ഷൻ സീക്വൻസുകളുണ്ട്. അതായത് അന്നത്തെ ഒരു ടൈപ്പ് ഓഫ് വില്ലൻ ടെംപ്ലേറ്റ് ഭയങ്കരധികം വ്യത്യാസം വന്നൊരു സിനിമ കൂടെയായിരുന്നു. ശരിക്കും അന്നത്തെ ഏറ്റവും വലിയ ലേണിംഗ് ടേക്ക് എന്തായിരുന്നു ആ സിനിമ എന്നപ്പോൾ? ആ സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് അതുപോലത്തെ തന്നെ സെയിം ക്യാരക്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വലിയ താരങ്ങളുടെ കൂടെ, സൂര്യ, ധനുഷ്, ഒരുപാട് പേരുടെ കൂടെയൊക്കെ എനിക്ക് അങ്ങനത്തെ സെയിം ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ചെയ്തില്ല. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആവാനും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതൊരു വൈസ് ചോയ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ബട്ട് എനിക്കത് ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ പിന്നീട് ചെയ്ത 90 ml എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ ഞാൻ ചെയ്ത തമ്പി എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ ഇപ്പോൾ റിലീസായ 2 days ബാക്ക്, 2-3 ദിവസം മുമ്പ് റിലീസായ മഴയിൽ നനകരയിൽ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അപ്പോൾ എല്ലാത്തിനകത്തും വേറെ ഡിഫറെൻറ്റ് ലുക്കും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയാണ് സിനിമയ്ക്കകത്ത്. അപ്പോൾ അത് രസമായിട്ട് തോന്നുന്നു. ശരിക്കും ഇതിനകത്ത് മാർക്കോയിലേക്ക് വരുമ്പോൾ ജഗദീഷ് ചേട്ടനായിട്ടൊക്കെ കോമ്പിനേഷൻ സീനുകളുണ്ട്. അതും ജഗദീഷ് ചേട്ടനായിട്ടുള്ളത് ഏറ്റവും സിനിമയുടെ ഭയങ്കര പ്രധാനപ്പെട്ട മൂമെന്റുള്ള സീക്വൻസ് ആണ്. സിദ്ദിഖ് ആയിട്ടുണ്ട്. ശരിക്കും ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് നമ്മളും കുറച്ചുകൂടെ കോൺഷ്യസ് ആവുമല്ലോ. കാരണം നമ്മുടെ ഒരു ഇത് കാരണം അവർക്ക് ഒരു എക്സ്ട്രാ ടേക്ക് പോകാൻ പാടില്ല. ഇപ്പൊ സിദ്ദിഖൊക്കെ ഞാൻ കേട്ടത് കുറച്ചുകൂടെ ടേക്ക് എടുക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ സൈലന്റ് ആയിരിക്കണം സെറ്റ്. ഫോൺ അടിക്കുന്നത് പോലും പുള്ളിനെ ഡിസ്റ്റർബ് ചെയ്യും. ശരിക്കും അവിടെ കുറച്ചുകൂടെ കോൺഷ്യസ്നസ് വരൂ ആൻസണ്? ഞാൻ സിദ്ദിഖയുടെ കൂടെ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ഞാൻ അബ്രാമിൻ്റെ സന്ധ്യയിൽ പുള്ളിക്കാരൻ്റെ കൂടെ ഗംഭീര ഡയലോഗ്സ് ഉള്ള, ഗംഭീര ചേഞ്ചസ് ഉള്ള സീനുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സിനിമ എനിക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി എനിക്ക് കംഫർട്ട് ലെവൽ കൂടിയിട്ടേ ഉള്ളൂ. സിദ്ദിഖായിട്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അടുപ്പം തോന്നിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ഫ്രീഡം തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാധനം എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ സിനിമകൾ നമ്മുടെ വെറ്ററൻ ആക്ടേഴ്സിൻ്റെ കൂടെയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവുന്നത്. എനിക്ക് പൊതുവേ പേടിയുള്ള ഒരാളാണ്. കാണാനുള്ള ഈ 6 അടി പൊക്കവും പരിപാടികളൊക്കെ ഉള്ളൂ. പക്ഷേ മമ്മൂക്ക വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് എന്നെ അബ്രാമിൻ്റെ സന്ധ്യകളിൽ എന്നെ പ്ലേസ് ചെയ്തത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത്. ആ ഒരു കോൺഫിഡൻസ് തന്നെ ഒരുപാട് സ്ഥലത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാവരും നമ്മൾ സിനിമയിൽ അതിൻ്റെ ബെസ്റ്റ് ചെയ്യാനല്ലേ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിൽ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടേഴ്സാണ്. ഈ ചില ഇപ്പോൾ കോൺഫിഡൻസിന് കാര്യം പറയുമ്പോൾ ഈ ചില ആർട്ടിസ്റ്റ് പറയും ഇപ്പോൾ ഫസ്റ്റ് ഷോട്ടാണ് എനിക്കെപ്പോഴും ബെസ്റ്റ് എന്ന് പറയും. ചിലർ പറയും ടേക്ക് എടുക്കുന്നതോറും എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആവും. അപ്പോൾ ആൻസർ ശരിക്കും അപ്പോൾ ഏതിൻ്റെ ആളാ കോൺഫിഡൻസ് ഇതിൽ നോക്കുകയാണെങ്കിൽ? ഡിപ്പെൻസ് അഗൈൻ. അത് അങ്ങനെ പറയാറായിട്ടില്ല. ഞാൻ ഡയറക്ടറിൻ്റെ ഒരു പുള്ളിക്കാരൻ എങ്ങനെയാണോ കൺസീവ് ചെയ്തേക്കുന്നത്, പുള്ളിക്കാരൻ അത് കിട്ടുന്നവരെ ഞാൻ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അതാണ്. പിന്നെ അത് ബെസ്റ്റായിട്ട് വരുന്നവരെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഇനിയിപ്പോൾ അവർക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തോന്നുവാണെങ്കിൽ ഞാൻ പോയി പറയും, എനിക്ക് ഞാനൊരു ഷോട്ടും കൂടി എടുത്തോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അതിനുള്ള അലവൻസ് തരാറുണ്ട്. അബ്രാമിന്റെ സന്ധ്യകൾ എങ്ങനെ ഉണ്ടായിരുന്നു? പോയി പറഞ്ഞ് ഇങ്ങനെ ഷോട്ട് ഇല്ലല്ലേ. അതിനകത്ത് പിന്നെ ഹനീഫയ്ക്ക് എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഷാജിയേട്ടൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്നെ നോക്കിയ ഒരു സിനിമയാണ്. അതിനകത്തൊന്നും നോക്കിയിട്ട് പറയാൻ മാത്രം ഒന്നും ആയിട്ടില്ലായിരുന്നു, ഇപ്പോഴും ആയിട്ടില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇപ്പോഴെങ്കിലും പോയി പറയാൻ പറ്റും, എന്നോണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം നമുക്കറിയാമല്ലോ. അപ്പൊ അതിന്റെ രീതിയിലൊക്കെ ഞാൻ പോയി പറയും. ചില ഡയറക്ടേഴ്സ് വരുന്ന മീറ്റർ ഉണ്ടല്ലോ, ഇപ്പൊ ബാഡ് ബോയ്സ് ഒക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിൽ അതിന് ഹോൾ മീറ്റർ വ്യത്യാസം ഉണ്ടല്ലോ. കാരണം കുറച്ചുകൂടെ ലൗഡാണ്. നമുക്ക് പറഞ്ഞ ഒരു മീറ്റർ, ഒരു സ്പൂഫിന്റെയും ഒരു ഹ്യൂമറിന്റെ ഇടയിലുള്ള ഒരു മീറ്റർ. ശരിക്കും അവിടെയൊക്കെ എങ്ങനെയാ ഈ പ്രോസസ് ചെയ്യുന്ന ഒരു കാര്യം? ശരിക്കും ഞാൻ കോമഡി ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ റാഹൽ മകൻ കോരയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ വേറെ കൂട്ടമായിട്ടൊരു ടീമായിട്ടൊരു കോമഡി പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. ബാഡ് ബോയ്സും മാർക്കോ, പിന്നെ ഞാനൊരു തമിഴ് തെലുങ്ക് സിനിമ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാർക്കോ ചെയ്തത്. മൂന്ന് എക്സ്ട്രീമാണ്. അപ്പോൾ മാർക്കോവും ബാഡ് ബോയ്സും ചില സമയത്തൊക്കെ ഒരേ ദിവസം കാലത്ത് മാർക്കോ ചെയ്യും, രാത്രി പോയി ബാഡ് ബോയ്സ് ചെയ്യും. പിന്നെ ചില ദിവസങ്ങളിൽ രാത്രി മാർക്കോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉറക്കം പോലും ചില സമയത്തൊക്കെ കാരവാനിലോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഉറങ്ങിയിരുന്നത്. അപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കത് ഇഷ്ടമാണ്. ഇപ്പം എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഹ്യൂമർ ചെയ്യാൻ ഇപ്പോഴും ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ. ഹ്യൂമർ പിന്നെ ബാക്കി ഉള്ള ആൾക്കാരുടെ, എനിക്ക് ഹ്യൂമർ കുറച്ച് കഷ്ടമാണ് ചെയ്യാൻ. പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ വെച്ച് ഇപ്പോൾ ബിബിനാണെങ്കിലും സെന്തിലാണെങ്കിലും റഹ്മാനക്കയുടെ ആദ്യമായിട്ടാണ് ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ചെയ്യുന്നത്. അപ്പം ഞാനും റഹ്മാനയ്ക്കും ഓൾമോസ്റ്റ് ഒരുമാതിരി ഒരേ ടെംപ്ലേറ്റിലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ സപ്പോർട്ട് വെച്ചിട്ട് വളരെ രസമായിട്ട് അത് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് പുതിയൊരു സാധനം. ഈ ടീമും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇപ്പോൾ ബാഡ് ബോയ്സിൽ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ റഹ്മാനിക്ക് കൊണ്ടുവന്ന ഒരു ഐപാഡ് നടുക്ക് വെക്കും, അതുകൊണ്ട് എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് ഗെയിം കളിക്കുകയാണ് ആ ഒരു എക്സ്പീരിയൻസ്. ഞാൻ എടുക്കുന്ന എഫേർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം ടീം ഇത് ചെയ്യാൻ വേണ്ടി. ഈ ടീം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ ടീം വർക്ക് തന്നെയാണ് പറയാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് ടീം വർക്കും അവിടുത്തെ ഒരു എനർജി, എല്ലാവരുമായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഒരു ആസ് എൻ ആക്ടർ എനിക്ക് ബേസിക്കലി അതൊരു ഇൻപുട്ട് തരാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ടീം ഭയങ്കര ചില്ലായിട്ട് സുഖമായിട്ട് അടിപൊളിയായിട്ട് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഔട്ട്പുട്ട്സ് കിട്ടും. പക്ഷേ ആസ് എ പ്രൊഫഷണൽ ആവണമെങ്കിൽ നമ്മൾ ഏത് ടീമിലിട്ടാലും നമുക്ക് ചെയ്യാൻ പറ്റണം. ആ ഒരു ഘട്ടത്തിലോട്ട് വരുമായിരിക്കും ഞാൻ. സോളോ ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? സോളോ ബിജോയ് ഭയങ്കര യങ് ടീമായിരുന്നു. ബിജോയിൻ്റെ അവിടുത്തെ ടീം എല്ലാവരും വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എല്ലാവരും ബോംബെയിൽ നിന്ന് വന്ന ടീമായിരുന്നു. വളരെ നല്ലൊരു എനർജി ആയിരുന്നു. സോ പിന്നെ ദുൽഖറുമായിട്ടുള്ള കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ വളരെ രസമായിരുന്നു. എനിക്ക് ആക്ച്വലി സോളോന് എനിക്കൊരു അവാർഡും കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള രീതിയിൽ ജസ്റ്റിന്. സോ സോളോയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മധുചേട്ടനായിരുന്നു ക്യാമറ. അപ്പോൾ പുള്ളിക്കാരൻ ക്യാമറ ഉള്ളത് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, പിന്നെ ബാക്കിയുള്ളതൊക്കെ അവർ ഒപ്പിയെടുത്തോളും. സോ ക്യാമറമാൻ്റെ എത്രമാത്രം, അല്ലെങ്കിൽ നമ്മൾ ചില ക്യാമറകൾക്ക് വേണ്ടി അഭിനയിക്കേണ്ടതായിട്ടുണ്ട്, അതൊന്നുമില്ലാതെ ഞാൻ വളരെ ഫ്രീ ആയിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് സോളോ. ഈ ശരിക്കും സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ഫാമിലി റിയലൈസ് ചെയ്യുമല്ലോ ഇവനിങ്ങനെ ഒരു സിനിമ നടനായിട്ടുണ്ട്, കുറച്ചു പേരൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യുന്നു. ആ ഒരു മൂമെന്റ് ശരിക്കും എവിടെ തൊട്ടാ ഫീൽ ചെയ്ത് തുടങ്ങി? അബ്രഹാമിൻ്റെ സന്തതികൾ, അതിലെ അബ്രഹാമിൻ്റെ സന്തതികൾ തുടങ്ങിയിട്ടാണ് അങ്ങനത്തെ ഒരു ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ ഇവനൊരു നടനായി എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് തോന്നിയത് അപ്പം തുടങ്ങിയിട്ടാണ്. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ കുറച്ചുകൂടി അതിനു മുമ്പ് അവർക്കും അവരുടേതായിട്ടുള്ള ശങ്കകളുണ്ടല്ലോ, അവർക്കും അവരുടേതായിട്ടുള്ളൊരു ടെൻഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന ഞാൻ എന്താവും ഏതാവും എന്നൊന്നും അറിയത്തില്ല. എനിക്ക് ബേസിക്കലി ഒരു ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു 2011.
അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛനമ്മയ്ക്കും ഓക്കെ ആയിരുന്നു. അതിന് മുമ്പ് ഞാൻ കോളേജൊക്കെ പഠിക്കാൻ പോകുമ്പോഴേ എനിക്ക് സിനിമ ആഗ്രഹമായിരുന്നു. സിനിമ വിഷ്വൽ കമ്മ്യൂണിക്കേഷനൊന്നും വിട്ടില്ല. എൻജിനീയറിങ്ങിനാണ് എന്നെ ചേർത്തത്. ഞാൻ 1 മാസം വിസ്കോം പഠിച്ചൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് എന്നെ ഫോഴ്സ്ഫുള്ളി എൻജിനീയറിങ്ങിന് വിട്ടതാണ്. പക്ഷേ ഈ ട്യൂമർ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു സർവൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് സിനിമ നടനാവണം. ഒരു സീനെങ്കിൽ ഒരു സീൻ വലിയ സ്ക്രീനിൽ എന്നെ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ ട്രൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ അച്ഛനമ്മയുടെ അടുത്ത് പറഞ്ഞു. അവരതിന് അന്ന് യെസ് പറഞ്ഞതാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. സോ അതോടൊപ്പം തന്നെ വേറെ കാര്യമില്ല, ഇപ്പൊ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ കാലയളവിൽ. ഇപ്പൊ സിനിമ ഡെയിലി നമുക്കിപ്പോൾ ഒരു 9 to 5 ജോബ് പോലെ ഡെയിലി നമുക്കൊരു റവന്യൂ വരുന്ന ഒന്നല്ല സിനിമ. നമ്മുടെ വർക്ക് ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യപ്പെടുന്നതും ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യലിന്റെ ഇതാ. ശരിക്കും സിനിമയിൽ നിന്നും പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു റിയലൈസേഷൻ ഏത് സമയത്തായിരുന്നു? സിനിമയിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെടും. ബിക്കോസ് അഗെയിൻ നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാകും. അപ്പോൾ പ്രോഡക്റ്റ് നല്ലതാണെന്നുള്ളത് ആൾക്കാർക്ക് അറിയുന്നവരെ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ സാധനം മാർക്കറ്റിൽ എത്തണമല്ലോ. ഇപ്പോൾ ഞാനെന്ന് പറയുന്ന ആൻസർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ജനങ്ങളിലോട്ട് എത്തുന്നവരെ ചിലപ്പോൾ നമുക്ക് പൈസയൊന്നും കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ ട്രയൽ ആൻഡ് റൺ പ്രോസസ്സിലാണ് ഇപ്പോഴും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളൊരു ട്രയൽ ആൻഡ് റൺ പ്രോസസ്സിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ബാങ്കബിൾ കമേഴ്ഷ്യൽ ആക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സിനിമ ആൾക്കാർ ജനം വെയിറ്റ് ചെയ്ത് തിയേറ്ററിൽ വന്ന് കാണുന്ന അന്ന് ദിവസമാണ് ഞാനൊരു ബാങ്കബിൾ ആക്ടർ ആവുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു, അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുന്നു. ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഈ മാർക്കോ മമ്മൂക്ക കണ്ടോ, അറിഞ്ഞിരുന്നോ, അറിയോ? മാർക്കോ മമ്മൂക്ക കണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മാർക്കോൻ്റെ റിലീസിന് മുമ്പത്തെ ദിവസം മിച്ചാക്ക പോയി മമ്മൂക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു. മാർക്കോ തുടങ്ങുന്നേക്കാൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കോൻ്റെ റിലീസിൻ്റെ അന്ന് ഞാൻ മമ്മൂക്കയ്ക്ക് ഇന്ന് പടം തുടങ്ങുകയാണ്, ഞാൻ ഫസ്റ്റ് ഷോന് ഇരിക്കുവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക ബെസ്റ്റ് ഓഫ് ലക്കൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മമ്മൂക്കയ്ക്ക് അറിയും, എല്ലാ കാര്യങ്ങളും അറിയും. എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. മമ്മൂക്ക അടുത്ത് എല്ലാ കാര്യങ്ങളും എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പം മമ്മൂക്ക അവിടുന്ന് ഒരു സിഗ്നൽ എവിടെ നിന്ന് അയക്കും. അത് കിട്ടുക, അത് എത്ര പേർക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടും. ഈ മാർക്കോ കണ്ട ഏറ്റവും ക്ലോസ് സർക്കിളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഭയങ്കര മെസ്സേജ് എന്തായിരുന്നു? ക്ലോസ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ലോസ് സർക്കിളിൽ നിന്ന് ഒരുപാട് പേര് നല്ല കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ജയേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു 2 days ബാക്ക്. എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മാർക്കോ കണ്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ട്, നീയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചേ ഉള്ളെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് അതിനകത്ത് കുറച്ചും കൂടി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഡേറ്റുകൾ ഇല്ലാത്തതിൻ്റെ ഈ ക്ലൈമാക്സ് ഫൈറ്റിലൊക്കെ ശരിക്കും ആൻസറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ആഗ്രഹിച്ചിരുന്നു ഈ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ്? പിന്നെ പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത്. നോക്കട്ടെ, അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാവാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാർഗോ ശരിക്കും മുന്നോട്ടുള്ള കരിയറിൽ ഭയങ്കര ഒരു ക്ലാരിറ്റി തന്നോ ഈ ദേവരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ? ശരിക്കും ദേവരാജ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എനിക്ക് മാജിക്കലായിട്ട് സംഭവിച്ചൊരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് ക്ലാരിറ്റി തന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗമാവാൻ പറ്റിയെന്നുള്ളൊരു സംഭവത്തിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ അത് നമ്മുടെ സ്വന്തം പ്രൊഡക്ഷനാണ്. അപ്പോൾ ഇച്ചാക്കയുടെ പ്രൊഡക്ഷനകത്ത് എനിക്ക് ആദ്യത്തെ സിനിമയിൽ തന്നെ ഒരു ചെറിയൊരു ഭാഗം ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതായിരുന്നു, അതിനകത്തൊരു ഭാഗമാവണം എന്നുള്ളതായിരുന്നു. ചക്കയുടെ അടുത്ത പടം ഇങ്ങനെ ചക്ക പറയണ്ടായിരുന്നു, പല സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ടോ, അറിയോ, എങ്ങനെയാണ്? ധാരണയുണ്ടോ എന്ന് എൻ്റെ അടുത്ത് വെച്ചിട്ട് കാര്യമില്ല, ഉച്ചാക്കിൻ്റെ അടുത്ത് ചോദിക്കണ്ടേ. അല്ല മമ്മൂക്ക പടം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് മിക്കതും ഉണ്ടാവും ആയിരിക്കും ഉടനെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാർക്കോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റീകളക്ട് തന്നെയായിരുന്നു ആസ് എൻ ആക്ടർ. കാരണം ഈ പറഞ്ഞ പോലെ സ്പേസിനേക്കാൾ കൂടുതൽ ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയ ഇമ്പാക്ട് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരാണ്. മുന്നോട്ടുള്ള കരിയറിലും വലിയ രീതിയിലുള്ള വിജയങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ദ ടൈം.